പൂയ നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾക്കൊരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളാണ് അവസാനം ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും സഹായിച്ചു, ആരുടെയെങ്കിലും പ്രശ്നം നിങ്ങളുടെ പ്രശ്നമാക്കി, നിങ്ങളുടെ സമയം പോലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷെ നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. പക്ഷെ അതിനു മുമ്പ് പൂയ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്ന് അറിയണം. പൂയ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ശനിയാണ്, അതിദേവൻ ബൃഹസ്പതി, അതായത് ഗുരു. അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് രണ്ട് പ്രത്യേക ഗുണങ്ങളുണ്ട്. ഒന്ന് അച്ചടക്കം, രണ്ട് മറ്റുള്ളവരെ വളർത്താനുള്ള മനസ്സ്. പൂയ നക്ഷത്രക്കാർ ഒരു കുടുംബത്തിൻ്റെ തൂണായിരിക്കാം, സുഹൃത്തുക്കൾക്ക് നല്ല ഉപദേശകനായിരിക്കും, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കില്ല. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്, ഇല്ല എന്ന് പറയാൻ ഇവർക്കറിയില്ല. അതാണ് പലരും മുതലെടുക്കുന്നത്. ഈ ഓഗസ്റ്റിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷ. ഒന്ന് ഓർത്തു നോക്കൂ, ജൂലൈയിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം കുറവായിരുന്നില്ലേ? ചിലർക്ക് ജോലിയുടെ സമ്മർദ്ദം, ചിലർക്ക് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ചിലർക്ക് സാമ്പത്തിക ബാധ്യത, എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, എന്നെ ആരാണ് മനസ്സിലാക്കുന്നത്? ഓഗസ്റ്റിൽ ഈ ചോദ്യത്തിന് ജീവിതം തന്നെ മറുപടി നൽകും. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ അധിക ഉത്തരവാദിത്തങ്ങൾ വരും. നിങ്ങൾ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് ലഭിക്കുന്ന സാഹചര്യം ചിലർക്കുണ്ടാകാം. അത് നിങ്ങളെ നിരാശപ്പെടുത്തും. പക്ഷേ ആ നിരാശയിൽ എടുത്ത തീരുമാനം പിന്നീട് പശ്ചാത്താപമാകാം. 3-ാം ആഴ്ച മുതൽ മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം കൂടുതൽ ലഭിക്കും. പുതിയ പ്രൊജക്റ്റോ പ്രമോഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ചിലർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന പൂയ നക്ഷത്രക്കാർ ഈ മാസം വിശ്വാസം മാത്രം നോക്കി ഒരു തീരുമാനം എടുക്കരുത്. കരാറുകൾ വായിക്കുക, പണം വാങ്ങേണ്ട സമയത്ത് വാങ്ങുക. കാരണം വൈകിയുള്ള പേയ്മെൻറ്റുകൾ ചെറിയ സമ്മർദ്ദം സൃഷ്ടിച്ചേക്കാം. അതേസമയം പഴയ ഒരു ക്ലയൻറ്റ് വീണ്ടും നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. അത് വലിയ അവസരമായി മാറാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി പണം വരും, പക്ഷേ വീട്ടിൽ ആവശ്യങ്ങൾ, കുടുംബ ചിലവുകൾ, വാഹനം അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളുമായി വലിയ ബന്ധപ്പെട്ട ചിലവുകൾ, ഇവ പ്രതീക്ഷിച്ചതിലും കൂടാം. ഒരു കാര്യം മാത്രം, ഈ മാസം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ അപകടത്തിലാക്കരുത്. പ്രണയ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരെ അതിരു കടന്ന് കരുതുന്നവരാണ്. ചിലപ്പോൾ സ്വന്തം വികാരങ്ങൾ പറയാതെ ഉള്ളിൽ സൂക്ഷിക്കും. അതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. വിവാഹിതർ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവിടുക. സിംഗിളായവർ ഒരു പുതിയ പരിചയം ഉണ്ടാക്കുക. പക്ഷെ ആ വ്യക്തിയുടെ വാക്കുകൾ മാത്രം വിശ്വസിക്കാതെ പ്രവൃത്തിയിലും ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. അതേസമയം പ്രായമായ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. വീട്ടിൽ നിങ്ങൾ പറയുന്നൊരു വാക്ക് ഒരു വലിയ പ്രശ്നം പരിഹരിക്കാനും അല്ലെങ്കിൽ പുതിയ പ്രശ്നം സൃഷ്ടിക്കാനും കഴിയും. അതിനാൽ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. ആരോഗ്യത്തിന് ക്ഷീണം, ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ, അമിത സമ്മർദ്ദം, ഇവ ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരെയും നോക്കുന്നത് പോലെ ഈ മാസം സ്വന്തം ശരീരത്തെയും മനസ്സിനെയും നോക്കണം. പൂയ നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ ശിക്ഷിക്കാൻ വന്ന മാസമല്ല, നിങ്ങളുടെ വില തിരിച്ചറിയാൻ പഠിക്കുന്ന മാസമാണ്. നിങ്ങളെല്ലാവർക്കും വേണ്ടിയാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. ഈ മാസം കുറച്ചെങ്കിലും സ്വന്തം ജീവിതത്തിനും സമയം മാറ്റിവെക്കണം. മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ ഒരു സന്തോഷ വാർത്ത, ഒരു സാമ്പത്തിക ആശ്വാസം, അല്ലെങ്കിൽ നിങ്ങൾ ഏറെ കാലമായി കാത്തിരുന്ന ഒരു തീരുമാനം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, പൂയ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിലല്ല, എപ്പോൾ ആരെ സഹായിക്കണം, എപ്പോൾ സ്വന്തം ജീവിതത്തിന് മുൻഗണന നൽകണം, അത് തിരിച്ചറിയുന്നതിലാണ്. ഈ ഓഗസ്റ്റ് നിങ്ങളെ തോൽപ്പിക്കാൻ വന്നിട്ടില്ല, നിങ്ങളുടെ യഥാർത്ഥ മൂല്യം നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാൻ വന്നതാണ്.